മെഡിക്കൽ പെട്രോൾ രംഗത്ത് പുതിയ ചുവടുവയ്പുമായി സപ്ലൈകോ 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി പുതിയ പെട്രോൾ പമ്പുകൾ തുടങ്ങുമെന്നും പുതിയ മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. സുലേഖയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, വലിയൊരു ചുവടുവയ്പ്പാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് സപ്ലൈകോയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട്. ആദ്യം നമുക്ക് മന്ത്രി എന്താണ് പറഞ്ഞത് എന്ന കാര്യങ്ങൾ കേട്ടുവരാം. ശേഷം സുലേഖയിലേക്ക് വിശദാംശങ്ങൾ കൈവരാം. 12 പമ്പാണുള്ളത്. അത് പുതിയ പെട്രോൾ പമ്പുകൾ ഇപ്പം 3 തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് മാനന്തവാടി, അതുപോലെ കൊല്ലം, അതുപോലെ കാസർഗോഡ്. അതുപോലെ പുതിയ പമ്പുകൾ കണ്ടെത്താനും പുതിയ പെട്രോൾ വിൽപ്പനയുടെ മേഖലയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഷോപ്പ് നമുക്ക് 87 മെഡിക്കൽ ഷോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഓരോ ജില്ലയിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൂപ്പർ മാർക്കറ്റ് മോഡലിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ, എല്ലാ ഉൽപ്പന്നങ്ങളും സർജിക്കൽ ഉൽപ്പന്നങ്ങളടക്കം ലഭ്യമാകുന്ന തരത്തിലുള്ള ശ്രദ്ധേയമായ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ കണ്ടെത്തി ആ നിലയിൽ കുറച്ചുകൂടെ ജനങ്ങൾക്ക് സഹായമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ. സുലേഖ ശശികുമാറുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, പുതിയ മെഡിക്കൽ ഷോപ്പും പുതിയ പെട്രോൾ പമ്പും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സംസ്ഥാന സർക്കാർ. ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൂടുതൽ മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും കൂടെ വരുമ്പോൾ സപ്ലൈകോ ഇല്ലാതാകുന്നു, സപ്ലൈകോ വഴി സാധനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ സപ്ലൈകോയെ ഇല്ലാതാക്കാൻ നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം, സപ്ലൈകോയെ ധൂർത്താണ് എന്ന് പറയുന്നവർക്ക്, മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്നത് പോലെ സപ്ലൈകോയിൽ ധൂർത്താണ് നടക്കുന്നത്, സപ്ലൈകോയെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് നിരന്തരം പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ. കൂടുതൽ മെഡിക്കൽ ഷോപ്പുകൾ വരുന്നു, കൂടുതൽ പെട്രോൾ പമ്പുകൾ വരുന്നു. തീർച്ചയായും വിനീഷ, സപ്ലൈകോയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ കൂടുതൽ മെഡി ഷോപ്പുകളും അതിനൊപ്പം തന്നെ പെട്രോൾ പമ്പുകളും ആരംഭിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് മന്ത്രി ജി.ആർ. അനിൽ, ഭക്ഷ്യവകുപ്പ് മന്ത്രി, സപ്ലൈകോ മന്ത്രി ഇന്ന് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ മെഡി ഷോപ്പുകളും അതിനൊപ്പം തന്നെ കൂടുതൽ പെട്രോൾ പമ്പുകളും ആരംഭിക്കും എന്നത് തന്നെയാണ്. ഈ പെട്രോൾ പമ്പുകൾ കൊല്ലം, ഒപ്പം മാനന്തവാടി, കാസർഗോഡ് എന്നീ പ്രദേശങ്ങളിലായിരിക്കും സപ്ലൈകോയുടെ പുതിയ പെട്രോൾ പമ്പുകൾ ആരംഭിക്കുക. അതിനൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച്, ആശുപത്രികളോടനുബന്ധിച്ച് സപ്ലൈകോയുടെ മെഡിക്കൽ ഷോപ്പുകളും ആരംഭിക്കുമെന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള മെഡിക്കൽ സ്റ്റോറുകളായിരിക്കും ഇത് എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ ഷോപ്പുകളും പെട്രോൾ പമ്പുകളും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ഇവയൊക്കെ തന്നെയും നല്ല രീതിയിൽ, വ്യാപകമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ വിനീഷ സൂചിപ്പിച്ചതുപോലെ സപ്ലൈകോ ആകെ മൊത്തത്തിൽ അവതാളത്തിലാണെന്ന് കാണിക്കാനുള്ള ഒരു മാധ്യമ സൃഷ്ടി ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു സൃഷ്ടിയും ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് മന്ത്രി ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ മെഡിക്കൽ ഷോപ്പുകളും അതിനൊപ്പം തന്നെ പെട്രോൾ പമ്പുകളും, സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള 2 കാര്യങ്ങളും വലിയ രീതിയിൽ ലാഭകരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ 50ാം വാർഷികത്തോടനുബന്ധിച്ച്, സപ്ലൈകോയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ പദ്ധതികൾ, 11ഓളം പദ്ധതികളാണ് ഇന്ന് പുതുതായി ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പദ്ധതികളുടെ ഒക്കെ തന്നെയും ഉദ്ഘാടനം ഈ 50ാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെ ഈ പദ്ധതികളും പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 11 പദ്ധതികളിൽ പെട്രോൾ പമ്പുകളും മെഡിക്കൽ ഷോപ്പിനുമൊപ്പം സുവനീർ കം കോഫി, അതിനൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റ്, ആലപ്പുഴയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നിർമ്മാണമുണ്ട്, അത് നടപ്പിലാക്കും. ഒപ്പം ബയോമെട്രിക് സബ്സിഡി വിതരണം, ഒപ്പം ഈ ഫയൽ അദാലത്ത്, വിശ്വാസ്യത, ഈ സപ്ലൈകോയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കാര്യക്ഷമത കൂടുന്നതിലും സപ്ലൈകോയുടെ ആസ്ഥാനത്തും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് സർക്കാരിലും
പെൻഡിംഗ് ആയിട്ടുള്ള ഫയലുകൾ അത് വേഗത്തിൽ തന്നെ ശരി, സുലേഖ, വ്യക്തമാണ്. തീർപ്പാക്കാനുള്ള 50-ാം വാർഷികത്തോടനുബന്ധിച്ച് മികച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങി സപ്ലൈകോ. 11 പദ്ധതികളായാണ് പുതുതായി ആവിഷ്കരിക്കാൻ തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുകൾ സപ്ലൈകോയുടെ ഭാഗമായി സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂടുതൽ മെഡിക്കൽ സ്റ്റോറുകൾ വരുന്നു, പെട്രോൾ പമ്പുകൾ വരുന്നു, കൂടുതൽ ബയോമെട്രിക്കൽ പദ്ധതികൾ വരുന്നു, ഇ ഫയലിംഗ് വരുന്നു, സപ്ലൈകോയുടെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സംവിധാനങ്ങൾ വരുന്നു. ഇത്തരത്തിൽ 11 പുതിയ പദ്ധതികളാണ് 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോ നടപ്പിൽ വരുത്താൻ ഒരുങ്ങുന്നത്. ഭക്ഷ്യമന്ത്രി GR അനിൽ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് സുലേഖ ശശികുമാർ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്.